കണ്ടോങ്ങള് ഈ രൂപത്തിൽ പിരിവ് നടത്തിയെന്ന് മാത്രമല്ല, മോനെ ആ സിറാജ് കാണിച്ചു കൊടുത്ത ഒരേ ഡേറ്റിൽ 2 സിറാജാണ്. ഒരേ ഡേറ്റിൽ 2 സിറാജ്. ആദ്യത്തെ സിറാജ് നോക്കി നിങ്ങള് പുതുചരിത്രം എങ്ങനെയാ ലഫ്ള് എനിക്കറിയില്ല. പുതുചരിതം കുറിച്ചു, മസ്ജിദുൽ ആസാറിന് ശിലയിട്ടു. അതേ ഡേറ്റിലെ മറ്റൊരു സിറാജ് ഷഹർ മുബാറക്ക് മസ്ജിദിന് ശിലയിട്ടു. നിങ്ങൾ പെയിനെ ശിലട്ട് എയിനെപ്പങ്ങൾ ശിലട്ടത് ഒരേ ഡേറ്റിൽ 2 സിറാജാണത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന്റെ കള്ളക്കളിയൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മൾ പറയും. ഈ രൂപത്തിൽ പിരിവ് നടത്തിയത് മാത്രമല്ല, തൊഴിലുറപ്പ് പിന്നെ പോണ പെണ്ണുങ്ങളെ ഒന്നും പിരിച്ചു കിട്ടുന്നുണ്ട്. ഇറ്റങ്ങളൊക്കെ പേടിക്കണം മക്കളെ. ഈ എരന്ന് നടക്കുന്നതിനെ കുപ്പത്തിൽ ചട്ടിയിൽ കൈയിട്ടിട്ട് പിന്നെ നടക്കില്ലേ? ഞാൻ പറയില്ല, അത് ശൈഖുൻ തന്നെ പറയുന്നത്. സഹോദരിമാരിതാ സ്വർണത്തിന്റെ ആഭരണം കൊടുത്തയച്ചിരിക്കുന്നു. അവർക്ക് 3-4 സ്ത്രീകൾ കൊടുത്തയച്ചത് എന്റെ കയ്യിൽ ഇപ്പോൾ കിട്ടി. അവരെ കയ്യിൽ 1000 രൂപയില്ല. അതേ സമയത്ത് ആഭരണം കൊടുത്തയച്ചു, മോതിരം കൊടുത്തയച്ചു. 1000 ഉറുപ്പില്ല, ആഭരണം കൊടുത്തയച്ചു. സന്തോഷം. ആഭരണത്തിന് 1000 ഉറുപ്പിക വരില്ലല്ലോ. കൊടുത്തയച്ചു, മോതിരം കൊടുത്തയച്ചു, ഖാതിര കൊടുത്തയച്ചു. അർഹമുർ-റഹീമായ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ മെനയാന്ന് രാവിലെ ഒരാൾ വന്ന് 5000 ഉറുപ്പിക തന്നു. ഒരു ചെറിയ മുദരിസ. അത് തന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മയും എന്റെ സഹോദരിയുമെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിക്ക് പോയിട്ട് കിട്ടിയ പൈസയാണ് കൊടുത്തയച്ചത്. ആ സാധുക്കളാ 2 പെണ്ണുങ്ങൾ തൊഴിലുറപ്പിന് പോയപ്പോ എത്ര കിട്ടുക? അങ്ങനെ ഉണ്ടാക്കിയ പൈസ പോലും വാങ്ങിയിട്ട് ഞങ്ങൾ പിരിച്ചിട്ടില്ല. ഇത് പച്ച മലയാളത്തിലല്ലേ? ഇങ്ങനെയൊക്കെ ആലിമീങ്ങൾ പറയാവോ? ഇങ്ങനെ ആലിമീങ്ങൾ പറയാവോ? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞ അമ്പിയാക്കന്മാരുടെ ഇർസ് ഏതിനത്തിലാണുള്ളത്? ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ പറയരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മാത്രമല്ല ബാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിക്ക് പോയിട്ട് കിട്ടിയ പൈസയാണ് കൊടുത്തയച്ചത്. വാങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അവരിങ്ങനെ തന്നതുകൊണ്ട് വാങ്ങാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സ്ത്രീകളും കുട്ടികളും വയസ്സന്മാരും അധ്വാനിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിതം കഴിക്കുന്നതിന്റെ ഇടയിൽ പോലും അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള പ്രിയം കൊണ്ട് ഈ സംഭാവനകൾ കൊടുത്തയക്കുകയാണ്. എത്രയോ വയസ്സന്മാർ. 13.5 ലക്ഷം രൂപ. ആൾക്കാരെ പണ്ട് കാര്യജകൻ ആ രൂപത്തിൽ പറഞ്ഞ് പരിചയപ്പെടുത്തിയതാണല്ലോ. ഏതായിരിക്കട്ടെ, ഇനിയൊരു സഖാഫി വരുന്നുണ്ട്. നമ്മളെ മറ്റേ കുപ്പിച്ചിന്റെ സഖാഫിയാണ്. പ്രസംഗിക്കണതിനൊക്കെ മുമ്പ് പറഞ്ഞു, ഞാനൊരു 13.5 ലക്ഷം രൂപ പിരിച്ചിട്ടുണ്ട്. ആരംഗൊന്ന് കാണും. എത്രയോ വയസ്സന്മാർ 13.5 ലക്ഷം രൂപ. 13.5 ലക്ഷം രൂപയായിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്നാലും ഞങ്ങൾ ഒരു പൈസ ഞങ്ങൾ പിരിച്ചിട്ടില്ല. ഏതായാലും അയാൾ 13.5 ലക്ഷം തൊഴിലുറപ്പിന് പോണ പെണ്ണുങ്ങളെന്ന് പൈസ അങ്ങനെ എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ പള്ളിക്ക് വേണ്ട ഒരു പണം പോലും പിരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ പച്ചക്കള്ളം എന്തിനു പറയുന്നു? കാരണം ഇവര് കളവ് പറയുന്നുള്ളതിന് ഒരുപാട് തെളിവ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്കൊന്നേ പറയാനുള്ളൂ, പച്ചയായ വളരെ യാഥാർത്ഥ്യമായ വിഷയങ്ങൾ കളവ് പറയരുത്. നമ്മൾ എല്ലാ വേദിയിലും പറയാനുള്ള വിഷയം സാന്ദർഭികമായി പറയാം. ഇത് ഷോപ്പിംഗ് മാളിക്കാണ് കയറിയമാര് ഏതെടുക്കേണ്ടിയെന്ന് അറിയില്ല. എന്നമാര് ഏതാ പറയേണ്ടതെന്ന് കൊടുത്തില്ല. എല്ലാ വിഷയം പറയേണ്ടതാണ്. എന്താ വിഷയങ്ങള്? ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം, ആ ആദർശ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഇവിടെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 9,000 ചില്ലാനം മദ്രസകളുണ്ട്. 10,000-ഓടടുത്ത് നിൽക്കുന്ന മദ്രസകളുണ്ട്. ഈ മദ്രസാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ വിങ്ങിനെ കൊച്ചാക്കാൻ വേണ്ടി, മോശമാക്കാൻ വേണ്ടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ നമുക്ക് വല്ലാതെ വേദനയുണ്ടായിട്ടുണ്ട്. എന്താ വിഷയങ്ങള്? അവർക്കൊരു വിദ്യാഭ്യാസ വിങ്ങുണ്ട് ഇവിടെ എന്നവർ പറയുന്നു. സുന്നി വിദ്യാഭ്യാസ ബോർഡ്. ആ വിദ്യാഭ്യാസ ബോർഡിന് 7 ഭാഷകളിൽ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും മദ്രസകൾ വ്യാപിച്ചു കിടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതോടുകൂടെ നമ്മളോട് കൊച്ചാച്ചാൽ നമുക്ക് വലിയ സങ്കടമുണ്ട്. അങ്ങനെ വരുമ്പോ ഇതിനുള്ള സത്യം എന്താന്ന് നമ്മൾ പറയണമല്ലോ. അയാളെന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുഴുവൻ അഗ്നിപരീക്ഷണങ്ങൾക്കും
വിധേയമാക്കപ്പെട്ടുകൊണ്ട് ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിന്നു, സുന്നത്ത് ജമാഅത്ത് നിലനിന്നു. ആ നിലക്ക് തന്നെ നിങ്ങളോടും പറയാനുള്ളത്, എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്നും കേൾക്കുമ്പോ നമ്മളെ സംഘടന ഇന്ന് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി അല്ലാഹു അവിടുത്തെ വയസ്സിൽ നീട്ടിക്കൊടുക്കട്ടെ, ആഫിയത്തോടെ സ്വഹത്തോടെ നീട്ടിക്കൊടുക്കുമാറാകട്ടെ. ആ മഹാനവലുകളുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മുഴുവനും ആ സംഘടന വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ കീഴിലുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അൽഹംദുലില്ലാഹ് 7 ഭാഷയിൽ നമ്മുടെ ബോർഡിന്റെ പുസ്തകമുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? സുന്നി വിദ്യാഭ്യാസ ബോർഡിന് 7 ഭാഷയിൽ പുസ്തകങ്ങളുണ്ട്. ആയിക്കോട്ടെ, അവനാന്റെ വലിപ്പം അവനാൻ തന്നെയല്ല പറയേണ്ടത്, അവനാന്റെ വലിപ്പം അവനാനാ പറയേണ്ടത്. അത് പറഞ്ഞയാൾ നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് സങ്കടമില്ല. പിന്നെ പറഞ്ഞാൽ നമുക്ക് വലിയ വിഷമമുണ്ട്. മറ്റുള്ള ബോർഡുകാർക്കൊക്കെ ഒറ്റ ഭാഷയിൽ മാത്രമേ, അത് തന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മറ്റുള്ള ഭാഷകൾ എന്ന് പറഞ്ഞാൽ ലൊമീർ കൊടുക്കാൻ മടങ്ങണം നമുക്കറിയാം. ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനെ കൊച്ചാക്കാൻ വേണ്ടി അതിനൊരു ഭാഷയിൽ അങ്ങനെ കേരളത്തിൽ മാത്രമേ പുസ്തകമുള്ളൂ എന്ന് പറയുമ്പോ ആ പ്രസംഗം കേട്ട ആളുകളും കേൾക്കുന്നതെന്ന് മനസ്സിലാക്കൂ, ഇത് ശരിയാണെന്ന് മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് അത് തെറ്റാണെന്നും ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനും 7 ഭാഷയിൽ പുസ്തകമുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത അതിന്റെ എളിയ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മൾക്കുണ്ടായതുകൊണ്ട് നമ്മൾ അത് തെളിയിക്കാൻ വേണ്ടി നിർബന്ധിതരായതുകൊണ്ട് മാത്രം സാന്ദർഭികമായി സദസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ സമയത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 7 ഭാഷയിൽ പുസ്തകമുണ്ട്. ഞങ്ങൾക്കും പറയാനുള്ളത് എന്താ നിങ്ങള്, ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു ഭാഷയിലെ പുസ്തകമാണ്, നുണ പറയരുത്. SKIMVB ബോർഡ് സംസ്ഥാനം ചേളാരബിയോ തേഞ്ഞിപ്പല മലപ്പുറം ജില്ല അല്ലേ, ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു ഭാഷയിലെ പുസ്തകമാണ്. നമുക്ക് ഇല്ലാന്നല്ലേ മൂപ്പര് പറഞ്ഞത്. എന്നാ അദ്ദേഹം തന്നെ പറയട്ടെ, ഇത് ഏതാ ഭാഷ ഉസ്താദ് പറയട്ടെ. മലയാളം ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 2ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. അറബി മലയാളം. ഇത് നുണ വരുമ്പോ പറഞ്ഞോനെ കൊണ്ട് തന്നെ പറയിച്ചേ. അത് ശരി. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസം ആർക്കും പരിശോധിക്കട്ടോ. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 3ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ്? ഇംഗ്ലീഷ്. നമ്മളോടെ കളിയില്ലേ. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അടുത്ത ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. തമിഴ്. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അടുത്ത ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. കന്നഡ. നമുക്കുണ്ടല്ലേ. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 6ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. ഉറുദു. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 7ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. അറബി. അങ്ങനെ 7 ഭാഷയിൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളുണ്ട്. ഇല്ല എന്ന് നിങ്ങൾ പച്ചക്കളവ് പറഞ്ഞതാണ്. അങ്ങനെ കളവ് പറയാൻ പാടില്ല. ഇനി എനിക്ക് കുറച്ച് പറയാണ്ടത് ഉസ്താദ് പറയാം. ഇങ്ങനെ 7 ഭാഷയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് കളിക്കാൻ മതി കുറച്ചു നേരത്തിന്. അങ്ങനെ 7 ഭാഷയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് പുസ്തകങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുഴുവനും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് നിന്നല്ല, ഇന്ത്യ രാജ്യത്തിന് പുറത്തും അത് വ്യാപിച്ചിട്ടുണ്ട്. തിരക്കിനിടെ കണ്ടിട്ടുണ്ടാവില്ല. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരുന്നാ പോരാ, നടന്നുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. കാരണം ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണല്ലോ. ഇതെല്ലാം കണ്ണുകടിയുണ്ടായ കൗമ്, ഇതെല്ലാം കണ്ട് കണ്ണുകടിയുണ്ടായ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള കൗമ് പച്ചക്കളവ് പറഞ്ഞ് സമുദായത്തിൽ ചിത്രതയും ഭിന്നിപ്പും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾക്ക് ഇവിടെ പറയാനുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല.
ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. മാത്രമല്ല ഇവർ പറഞ്ഞ മറ്റൊരു കളവ് കേൾക്കണം. നിങ്ങൾ കളവ് പറയരുത് എന്നവർ പറഞ്ഞ മറ്റൊരു കളവ് പറയുന്നത്, ഇവിടെ മംഗലാപുരം ഉപ്പിരങ്ങാടിൽ നടന്നു എന്നൊരു സംഭവം ഇവർ പറയാറുണ്ട്. നമ്മളതൊന്നും ഇങ്ങനെ വെറുതെ എന്തെങ്കിലും പറയാറില്ല. ഈ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ അത് പിൻവലിക്കണം. കളവാണെങ്കിൽ അത് പിൻവലിക്കണം. മംഗലാപുരം ഉപ്പിരങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ട അവിടെ പ്രസിഡന്റ് ആകുന്ന ഉള്ളാൾ തങ്ങൾ പങ്കെടുത്ത ഒരു വേദിയിൽ ഒരു മൂരി സ്വാഗതം പറയുന്നു. മൂരി എന്ന് പറഞ്ഞാൽ ഇവിടെ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി മൂരികൾ എന്നാണ് പറയാറുള്ളത്. ആ പ്രസംഗത്തിൽ 10-ലധികം തവണ അദ്ദേഹം മൂരികൾ എന്ന് പറയുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു മൂരി സ്വാഗതം പറഞ്ഞു. ആ മൂരിങ്ങനെ സ്വാഗതം പറയുന്നതിന്റെ ഇടയ്ക്ക് പിന്നെ കാന്തപുരത്തെ തോന്നുന്നു പരാമർശിച്ചു. ആ പരാമർശിക്കുന്ന സമയത്ത് ഉള്ളാൾ തങ്ങൾ നീച്ചിട്ട് ഇരിക്കട അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ നീക്കാൻ കഴിഞ്ഞ ഞാൻ നീക്കടാറിഞ്ഞു ആണ് നീച്ചു. അങ്ങനെ കറാമത്ത് ദേവർസ്വർ അബ്ദുസലാം മുസ്ലിയാർ പറയുന്നുണ്ട്. അയാളത് പറയട്ടെ, എന്നോടൊന്ന് പറയാനുണ്ട്. മംഗലാപുരം ഭാഗത്താണ്. അവിടെ ഞാൻ ഇപ്പൊ അടുത്തൊന്ന് പോയി, ഉപ്പനങ്ങാടി ഭാഗത്തിന്. അവിടെ പോയപ്പോ താജുൽ ഉലമ സ്റ്റേജിലുണ്ട്. അപ്പോ സ്വാഗതം പറയുന്നത് ഒരു മൂരിയാണ്. മൂരിയെ നമ്മൾ പുറത്തു വരേണ്ടല്ല, നമ്മൾ ഇവിടെ പറഞ്ഞു തന്നു. ഒരു മൂരി സ്വാഗതം പറയാം. അവിടൊക്കെ അങ്ങനെയാണ്. 35 മഹലിന്റെ കാലിയാണ് താജുൽ ഉലമ. അപ്പൊ സ്വാഗതം പറയുമ്പോ ഇടക്കിടക്ക് കുത്തുന്നുണ്ട് ഷെയ്ഖുനാനെ. ഉസ്താദരങ്ങനെ കുത്തുണ്ട്, AP ഉസ്താദരങ്ങനെ ഇടക്കിടക്ക് കുത്തുന്നുണ്ട്. ചില ആളുകൾ അങ്ങ് അമേരിക്കയിൽ പോയി ഒന്നും ഉണ്ടായില്ല, പെട്ടെന്ന് അങ്ങ് പോയി റഷ്യക്ക് അങ്ങ് പോയി, എന്നിട്ട് ഒരു പത്രത്തിലോ അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, താജുൽ ഉലമ അവിടെ ഇരിക്കുന്നത്. താജുൽ ഉലമ AP ഉസ്താദ് ഇരിക്കുമ്പോ അവര് തമാശക്കതും പറയും. ഈ താജുൽ ഉലമ ഇരിക്കുക, AP ഉസ്താദ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ചെങ്ങാനും ഉസ്താദിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞോക്കട്ടെ, അപ്പ താജുൽ ഉലമയുടെ രക്തം അറിയാം. എവിടം തന്നെ ഞാനൊക്കെ ബാദരി ഒരു മുസ്ലിയാരെ നിൽക്കി ഞാനവിടെ ബാങ്കണ്ടിരിക്കണം. ഞാൻ ഏതാണെന്ന് അറിയില്ല. അങ്ങനെ അത് ഉള്ളാത്തകളാപ്പ വിളിപ്പിച്ച വേണ്ട, അതിനവിടെ പോയി. അങ്ങനെ ഞാനിപ്പോൾ അടുത്തത് നമ്മളിവിടെ തന്നെ ഒരു സ്ഥലത്ത് പോയി. ബാത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജാതീയത തിരികെ അത് അറിഞ്ഞില്ല. അങ്ങനെ ആക്കിക്കൊണ്ടുപോയതാ. അങ്ങനെ താജുലും അവിടെ വെച്ചിട്ട് ഇതൊന്നും ഇരിക്കട, അവിടെ താജുലുമല്ല ഇരിക്കട. അപ്പൊ ഈ മൂരി എന്താ പറഞ്ഞോ, തങ്ങളെ നിങ്ങളല്ലല്ലോ ഞങ്ങളെ ഇരുത്തേണ്ടത്, നിങ്ങളല്ലേ ഇരുത്തേണ്ടത്, നിങ്ങൾ ഞങ്ങളെ അതിഥിയാളല്ലേ, ഇന്നവിടെ നിൽക്കടാ. കേട്ടോളൂ നമ്മുടെ നേതൃത്വം, ഞാനിത് മഹിമക്ക് പറയില്ല കേട്ടോ, ഇന്നവിടെ നിൽക്കടാ. ആ നിർത്താ. പിന്നെ ഈ മൂരിക്ക് അനങ്ങാൻ കഴിയോ? ഏതായാലും സ്റ്റേജ് മുഴുവൻ ചാണം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ടാവും. കാരണം മൂരി നിൽക്കുക, മൂരി ഇരിക്കുക, മൂരി നിൽക്കുക, മൂരി ഇരിക്കുക. ഇങ്ങനെ സമസ്തയുടെ നേതാക്കന്മാരെ കുറിച്ചാണ് ഈ മൂരി മൂരി എന്ന പ്രയോഗം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ആലിമീങ്ങൾ ആദരിക്കാനും ബഹുമാനിക്കാനും, സയ്യിദന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും കൽപ്പിക്കുന്നവരും പറയുന്നവരും അങ്ങനെ വിശ്വസിക്കുന്നവരുമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സത്യം സത്യം പോലെ മനസ്സിലാക്കി സത്യത്തിൽ അടിയുറച്ചു നിന്ന് ഹക്കിന് വേണ്ടി നിലകൊണ്ട് ഹക്ക് പറഞ്ഞ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോയി യഥാർത്ഥമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകനായി ജീവിച്ച് ആ നിലയ്ക്ക് ഈമാനോടെ മരിക്കാൻ പടച്ചറബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ പ്രസംഗം തൽക്കാലം അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോടെ വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.